ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജല ലവകണികാ പീത ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജല ലവകണികാ പീത സഹൃദപി യേന മുരാരി സമർച്ചാ ക്രിയതേ തസ്യ യമേന ന ചർച്ചാ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അവർ പറയുകയാണ്, നീ ഭഗവത്ഗീത അധ്യയനം ചെയ്യൂ. ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ്? വ്യാസൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുഖത്തിൽ നിർഗളിച്ചതാണ് ഭഗവത്ഗീത. സംസാര ദുഃഖത്തിൽ നിന്നും തരണം ചെയ്താണ്. ഭവാത്താരിണീയം എന്നാണ് പറഞ്ഞത്. ഭവത്തെ സംസാര സാഗരത്തിൽ നിന്നും തരണം ചെയ്യിക്കുന്നതാണ് ഭഗവത്ഗീത. അങ്ങനെയുള്ള ഭഗവത്ഗീത അല്പമെങ്കിലും അധ്യയനം ചെയ്യൂ. ഏതെങ്കിലും ഒരു ശ്ലോകമെങ്കിലും പഠിക്കൂ. ഗീത എന്ന് പറയുന്നത് ദുഗ്ധം ഗീതാമൃതം മഹതെന്നാണ്. ശ്രീകൃഷ്ണൻ പാർത്ഥനായ കന്നുകളെ ഉപയോഗിച്ച് ഉപനിഷത്തുകളാകുന്ന പശുക്കളിൽ നിന്നും കറന്നെടുത്തതായ ഗ്രന്ഥമാണ്, മഹത്തായ ഉപദേശമാണ് ഗീത. ആ ഗീത അല്പം പഠിക്കൂ. ഭഗവത്ഗീത കിഞ്ചിദധീത, അല്പം പഠിക്കുക. അത് കഴിഞ്ഞ് ഗംഗാജലലവ കണികാപീത, ഗംഗാജലത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും കണിക്കൂ. ഭഗവത്ഗീതയെ അധ്യയനം ചെയ്ത് ഗംഗാജലം കുടിച്ച ശരീരം പവിത്രമാക്കൂ. ഗംഗാസ്നാനം കൊണ്ട് സപ്തജന്മകൃതം പാപം വിനശ്യതീന. 7 ജന്മത്തിൽ നാം ചെയ്തിട്ടുള്ള സകല പാപങ്ങളും ഗംഗാജലത്തിൽ സ്നാനം ചെയ്യുകയും ഗംഗാജലം ഒരു തുള്ളിയെങ്കിലും കഴിക്കുകയും ചെയ്താൽ അവൻ്റെ സകല പാപങ്ങളും ക്ഷയിക്കുന്നതാണ്. അതുകൊണ്ടാണ് സാധാരണ മരണാവസരത്തിൽ ഗംഗാജലമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഗംഗാജലത്തിൻ്റെ പാനം കൊണ്ട് ആ മരിക്കുന്ന ജീവി അവൻ ഇവിടെ നിന്ന് പോകുന്നത് എല്ലാ പാപത്തിൽ നിന്നും പരിശുദ്ധനായിട്ടാണ് പോകുന്നത് എന്നാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ട് ഗംഗാജലലവ കവികാപീത, ഭഗവത്ഗീത അധ്യയനം ചെയ്യുക. അല്പമെങ്കിലും ഗംഗാജലം കുടിക്കുക. അതുപോലെ തന്നെ സഹൃദപിയേന പുരാരി സമർച്ച ക്രിയതേ, ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഭഗവാനെ നർച്ചിക്കുക, പൂജിക്കുക. അത് കൈകൊണ്ട് വേണമെന്നില്ല, മാനസപൂജയായാലും മതി. മനസ്സുകൊണ്ട് നാം സങ്കല്പിക്കുക, ഭഗവാനെ എല്ലാം ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അർച്ചന. സഹൃദപിയേന മുരാരി സമർച്ചാരുത, ആരാലാണോ ഒരു പ്രാവശ്യമെങ്കിലും മുരാരിയുടെ മഹാവിഷ്ണുവിൻ്റെ സമർച്ച അർച്ചന ആരാധന നടത്തിയിട്ടുള്ളത്, അവനെ ക്രിയതേ യമൂപിന ചർച്ച, അവനെ യമൻ പോലും അവൻ്റെ കാര്യം ആലോചിക്കില്ല എന്നാണ്. ഇത്രയും ചെയ്താൽ മതി. യമൻ പോലും, അപ്പോൾ യമൻ പോലും ഭയപ്പെടും ഇവൻ്റെ അടുത്ത് ചെല്ലാനായിട്ട്. യമേനാപി ചർച്ചാനക്രിയതേ, യമനാൽ പോലും ഈ ജീവാത്മാവിൻ്റെ ചർച്ച നടത്തുന്നില്ല. അപ്പോൾ ജീവാത്മാവിനെ ഒരിക്കലും അവൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ലാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഒന്ന്, ഭഗവത്ഗീത പഠിക്കുക. ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും ചെല്ലാനായില്ലെങ്കിലും ഏതെങ്കിലും ചില ശ്ലോകമെങ്കിലും ചെല്ലുക. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശിയെന്നോ, അതായത് എത്ര യോഗീശ്വര കൃഷ്ണ പത്രപാർത്ഥോ ധനുർധര എന്നുള്ളതായ ആ ശ്ലോകമോ ചൊല്ലിയാൽ അവന് ഒരു ശ്ലോകം യാത്രായതേ മഹതോഭയ എന്നാണ്. അങ്ങനെ ശ്ലോകം ചൊല്ലി ഭഗവാനെ ആരാധിച്ച്
ഗംഗാജലം കുടിച്ച് നീ ജീവിതത്തെ ധന്യമാക്കിയാൽ ഭഗവാനെ നിനക്ക് യമനിൽ നിന്നും ഭയപ്പെടേണ്ട ആവശ്യം വരില്ല, യമൻ നിൻ്റെ അടുത്തെങ്ങും എത്തുകയില്ല. അങ്ങനെ ജീവിതത്തെ സഫലമാക്കൂ എന്ന് പറയും.